ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അതിൻ്റെ 5-ാം ഖണ്ഡികയിലാണ് പ്രവർത്തന മാർഗത്തെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് 3 ഭാഗങ്ങളിലായാണ് ഈ കാര്യം ഭരണഘടന വിശദീകരിക്കുന്നത്. അതിൻ്റെ ആകസാരം ഇതാണ്. ഒന്നാമത്തത്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗത്തിൻ്റെ റഫറൻസ്, അതിൻ്റെ മാനദണ്ഡം ഒന്നാമതായി ഖുർആനും സുന്നത്തുമായിരിക്കും. അള്ളാഹുവിൻ്റെ അരുളപ്പാടുകളും ഖുർആനും പ്രവാചകൻ്റെ ചര്യയും പാഠങ്ങളുമായിരിക്കും. മറ്റെല്ലാറ്റിനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനവും അതേപോലെ അതിൻ്റെ ശേഷമുള്ളതെന്ന അർത്ഥത്തിൽ രണ്ടാമതായ സ്ഥാനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തന രംഗത്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതോ വർഗസംഘട്ടനമുണ്ടാക്കുന്നതോ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്നതോ ആയ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, അത് സമാധാനപരവും രചനാത്മകവും ക്രിയാത്മകവുമായ പ്രവർത്തന ശൈലിയിലൂടെ, പ്രത്യേകിച്ച് വ്യക്തികളോട് അവരുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് ആ ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ വരുത്തി അങ്ങനെ മനസ്ഥിതി മാറ്റത്തിലൂടെ ജമാഅത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ മാറ്റം ഉണ്ടാക്കിയെടുക്കും എന്നതാണ് അതിലെ മൂന്നാമത്തെ കാര്യം. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് വിശദീകരിക്കാം. ഇത് മൂന്നും പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും വിശദീകരിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തിൽ നിന്നു തന്നെ ഉരുത്തിരിഞ്ഞുണ്ടായതാണ്. ഈ പ്രവർത്തന മാർഗത്തിൻ്റെയും അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമാണ്. ആദർശം വിശദീകരിച്ച ഭാഗത്ത് അത് ആദർശത്തിൻ്റെ അടിത്തറകളും വിശദാംശങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടന അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ നിന്നു തന്നെയാണ് ഈ പ്രവർത്തന ശൈലിയും രൂപപ്പെടുന്നത്. ഖുർആനും സുന്നത്തുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗത്തിൻ്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ റഫറൻസ് എന്ന് പറയുന്നതിലൂടെയും, അതേപോലെ മറ്റെല്ലാറ്റിനും ഖുർആനിനും സുന്നത്തിനും എതിരാകാത്തിടത്തോളം മാത്രമേ അത് പരിഗണനാർഹമാവുകയുള്ളൂ എന്നും അതിന് ഖുർആനിനും സുന്നത്തിനും ശേഷമുള്ള പദവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നതിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഏതോ ഒരാളുടെ ചിന്താ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയായി രൂപപ്പെട്ടതാണ് എന്ന ആരോപണത്തിനുള്ള ഏറ്റവും നല്ല മറുപടി കൂടിയാണ് പ്രവർത്തന മാർഗത്തിൽ ഭരണഘടന വിശദീകരിക്കുന്ന ഈ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിന് ഒരു വ്യക്തി എന്ന നിലക്ക് മുൻകൈയെടുത്തത് അബുൽ അലാ മൗദൂദിയാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആശയങ്ങളെയും പ്രവർത്തന മാർഗങ്ങളെയും സ്വീകരിക്കുന്നതും അതേപോലെ അത് ശരിയാണോ തെറ്റാണോ എന്ന് മാറ്റുരച്ചു നോക്കുന്നതും ഖുർആനിനോടും സുന്നത്തിനോടുമാണ്. ഖുർആനികമായും പ്രവാചകൻ്റെ ചര്യയനുസരിച്ചും ഈ കാര്യം ശരിയാണോ തെറ്റാണോ എന്നതാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡമായി ജമാഅത്ത് അംഗീകരിച്ചിരിക്കുന്നത്. മൗദൂദ് സാഹിബും ജമാഅത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം മാർഗം എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ അമീറായിരുന്ന മൗലാന അബുല്ലൈസ് ഇസ്ലാഹി നദ്വി സാഹിബ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് പൂർവ പണ്ഡിതന്മാരെയും സ്വഹാബികളെ അടക്കം നിരൂപണത്തിന് വിധേയനാക്കിയ ഒരു വലിയ പണ്ഡിതനും ചിന്തകനും എഴുത്തുകാരനുമാണ് അബുൽ അലാ മൗദൂദി. കാരണം അദ്ദേഹത്തിന് സഹാബത്തിനെ അത്തരം വിശകലനങ്ങൾക്ക് വിധേയമാക്കുന്നത് സ്വഹാബികളോടുള്ള ആദരവിന്
ഇടിവ് സംഭവിക്കും എന്ന് അദ്ദേഹം കരുതുന്നില്ല. അതോടൊപ്പം തന്നെ സഹാബികൾക്ക് ഖുർആനും സുന്നത്തും കൽപ്പിച്ചു നൽകുന്ന എല്ലാ ആദരവും ബഹുമാനവും ഇസ്ലാമിക സംസ്കാരത്തിൽ അവർക്കുള്ള സവിശേഷമായ സ്ഥാനവും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തന്നെ ഭാഗമായ അവരെക്കുറിച്ചുള്ള മാന്യമായ നിരൂപണങ്ങൾ മൗദൂദി നടത്തുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അബുല്ലൈസ് ഇസ്ലാഹി നദ്വി സാഹിബ് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നടത്തിയ അബുൽ മൗദൂദിയെ വിമർശിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ കരുതിയിരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം അസംബന്ധമാണ്. പക്ഷെ ഇതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിമർശനത്തിൻ്റെ മാനദണ്ഡമാകേണ്ടത് ഖുർആനും സുന്നത്തുമാണ് എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന അതിൻ്റെ പ്രവർത്തന മാർഗമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തത്, ഈ പ്രവർത്തന മാർഗത്തിലെ മറ്റു രണ്ട് ഭാഗങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറയുന്ന ഫസാദുൻ ഫിൽ അർള് എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ വളരെ ലഘുവായ അർത്ഥത്തിലല്ല വിശുദ്ധ ഖുർആൻ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. മറിച്ച് വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ഫിർഔനെ കുറിച്ച്, ഫിർഔനിൻ്റെ സാമൂഹിക വിരുദ്ധമായ ജനവിരുദ്ധമായ ചെയ്തികളെക്കുറിച്ച് പറഞ്ഞത് അത് ഫസാദുൻ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ് എന്നായിരുന്നു. പലതരത്തിലുള്ള സാമൂഹികമായ അതിക്രമങ്ങളെയും തിന്മകളെയും കുറിച്ച് ഖുർആൻ പറയുന്നത് ഫസാദുൻ ഫിൽ അർള് അല്ലെങ്കിൽ യുഫ്സിദൂന ഫിൽ അർള് എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അങ്ങേയറ്റം വെറുക്കുന്ന, എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന, ഉണ്ടാവുന്ന സമയങ്ങളിലെല്ലാം അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഭൂമിയിലെ അന്യായങ്ങൾ, കുഴപ്പങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമി ഉറപ്പായിട്ടും വിട്ടുനിൽക്കും എന്നതാണ് ഈ പ്രവർത്തന മാർഗങ്ങളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന കാലത്ത് ലോകത്ത് വളരെ ശക്തമായിരുന്ന ഒരാശയവും പ്രത്യയശാസ്ത്രവും ആയിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം പ്രത്യക്ഷത്തിലെങ്കിലും അതിമഹത്തായ ചില ആശയങ്ങളും സ്വപ്നങ്ങളുമാണ് മുന്നോട്ട് വെച്ചത്. ഒരർത്ഥത്തിൽ മാനവികതയെക്കുറിച്ച അതിമഹത്തായ ഒരു സ്വപ്നം തന്നെയാണത്. പക്ഷേ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ മാർഗമാണ് അവർ സ്വീകരിച്ചത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നതാണ് മാർക്സിസത്തിൻ്റെ കാഴ്ചപ്പാട്. ഫാദർ പോൾ തേലക്കാട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാർക്സിസത്തിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഒരു പ്രൊഫറ്റിക് സ്പിരിറ്റാണ്. എല്ലാ പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിമോചനമെന്ന് പറയുന്ന ഒരു അന്തസ്സത്തെയാണ് യഥാർത്ഥത്തിൽ മാർക്സും മുന്നോട്ട് വെച്ചത്. ജൂത ക്രൈസ്തവ ട്രഡീഷനിൽ നിന്ന് വരുന്ന, ആ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന, അതിനെക്കുറിച്ച് നല്ല പിടിപാടുണ്ടായിരുന്ന മാർക്സ് ആ പാരമ്പര്യത്തിൽ നിന്നു തന്നെയാണ് ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിമോചനം എന്ന ആശയം സ്വീകരിച്ചത് എന്ന് ധാരാളമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഫാദർ പോൾ തേലക്കാട് പറയുന്നത് ആ മഹത്തായ, വേറൊരർത്ഥത്തിൽ റിലീജിയസായ, ഡിവൈനായ ആ സ്വപ്നത്തിൻ്റെ സാഫല്യത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി മാർക്സ് കണ്ട വഴി അങ്ങേയറ്റം ഭൗതികമായിരുന്നു. തേലക്കാട് ഇത്ര കൂടി പറയുന്നു, യൂറോപ്പിൻ്റെ പൊതുരാഷ്ട്രീയത്തെ ഏറ്റവും സ്വാധീനിച്ച മാക്കിയവല്ലിയുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം, അത് സാധുവാണ് എന്ന കാഴ്ചപ്പാട് തന്നെയാണ് അക്കാര്യത്തിൽ മാർക്സും സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാർക്സത്തിൽ ഒരു കാര്യം എപ്പോഴാണ് ധാർമ്മികമാവുന്നത്, എപ്പോഴാണ് അധാർമികമാവുന്നത് എന്ന് ചോദിച്ചാൽ, വർഗരഹിത സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് ഉപകരിക്കുന്നതെല്ലാം ധാർമ്മികവും അതിനുപകരിക്കാത്തത് അല്ലെങ്കിൽ അതിനെതിരാവുന്നതെല്ലാം അധാർമികവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്വപ്നത്തിൻ്റെ പേരിൽ ഒരുപാട് സംഘട്ടനങ്ങളും രക്തച്ചൊരിച്ചിലുകളും ലോകത്ത് ഉണ്ടാവുന്നു, ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാർക്സിസത്തിൻ്റെ പ്രഭാവമുള്ള കാലത്ത് അത് ധാരാളമായിട്ട് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെയാണ്
മനുഷ്യ ചരിത്രം തന്നെ മുന്നോട്ട് പോകുന്നത് എന്നതാണ് മാർക്സം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട്. ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഈസ് ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗ സംഘട്ടനത്തിൻ്റെ കഥയാണ് ചരിത്രമെന്ന് ചരിത്രത്തിൻ്റെ ആകസാരമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പൊതുവായ ചലന നിയമമായിട്ട് കാൾ മാർക്സ് പറയുന്നുണ്ട്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലൂടെയാണ് ചരിത്രം പുരോഗമിക്കുന്നത്. നേരത്തെ ആശയങ്ങളുടെ തലത്തിൽ ഹെഗൽ മുന്നോട്ട് വെച്ചതും പിന്നീട് കുറെ കൂടി ഭൗതികമായ തലത്തിലേക്ക് മാർക്സ് വികസിപ്പിക്കുകയും ചെയ്ത ഈ കാഴ്ചപ്പാട് ലോകത്ത്, പ്രത്യേകിച്ച് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ വളരെ ശക്തവും പ്രബലവുമായിരുന്നു. ഇത്തരം രീതികൾ ലോകത്ത് സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന രീതി ഈ സംഘടന, ഈ ജമാഅത്ത് സ്വീകരിക്കുകയില്ല. മറിച്ച് ഈ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു വിപ്ലവമുണ്ട്, ഒരു സാമൂഹിക പരിവർത്തനമുണ്ട്. ആ പരിവർത്തനം വളരെ രചനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ ഭരണഘടന പറയുന്നത്. സയ്യിദ് അബുൽ അല മൗദൂദിയോട് പല ഘട്ടങ്ങളിൽ ചോദിക്കപ്പെട്ടൊരു ചോദ്യമുണ്ട്. പിന്നീട് ജമാഅത്തിൻ്റെ വലിയ വിമർശകനായി തീർന്ന വളരെ ലിബറൽ ആയ സിയാവുദ്ദീൻ സർദാർ അദ്ദേഹത്തിൻ്റെ സീക്കിംഗ് പാരഡൈസ് ഡെസ്പറേറ്റ്ലി, സ്വർഗം തേടി നിരാശയോടെ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാ സ്വഭാവമുള്ള പുസ്തകത്തിൽ മൗദൂദിയെക്കുറിച്ച് ഒരു സംഭവം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹം ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ അന്നത്തെ ഇസ്ലാമിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധം പുലർത്തിയിരുന്നു. ആ സമയത്ത് മൗദൂദി ബ്രിട്ടനിൽ അല്ലെങ്കിൽ ലണ്ടനിൽ വരുന്നുണ്ട്. ആ സമയത്ത് മൗദൂദിയോട് വിദ്യാർത്ഥികൾ ചോദിച്ചു, താങ്കൾ ഈ പറയുന്ന ഒരു സാമൂഹിക പരിവർത്തനം അത് സായുധ വിപ്ലവത്തിലൂടെ സാധ്യമാക്കാൻ കഴിയില്ലേ? പ്രത്യേകിച്ച് 70-കൾ എന്ന് പറയുന്നത് ലോകത്ത് സായുധ വിപ്ലവത്തിൻ്റെ ഒരു വസന്തകാലമാണ്. നമ്മുടെ നാട്ടിലടക്കം സായുധ വിപ്ലവത്തിൻ്റെ വസന്തത്തിൻ്റെ ഇടിമുഴക്കങ്ങളുണ്ടായ കാലമാണത്. സ്വാഭാവികമായും അന്നത്തെ വിദ്യാർത്ഥി യുവജനങ്ങളിൽ അതിൻ്റെ സ്വാധീനം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അബുൽ അല മൗദൂദിയും മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പരിവർത്തനം എന്തുകൊണ്ട് സായുധ വഴിയിലൂടെ സാധ്യമാക്കിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ അബുൽ അല മൗദൂദി അതിന് പറഞ്ഞ മറുപടി 4 കാരണങ്ങളാൽ അത് തെറ്റാണ്, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്നാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ ആയുധമെടുത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ ഇത് വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. അങ്ങനെ വിജയിച്ചാൽ തന്നെ ആയുധ ബലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാമൂഹ്യക്രമവും ഒരു ഭരണകൂടവും ഒക്കെ അതിനേക്കാൾ വലിയ ആയുധം ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളൊരു ഭരണകൂടം ഉണ്ടാക്കുന്നു, നിങ്ങളെക്കാൾ ആയുധമുള്ളവർ അതിനെ അധികാരഭ്രഷ്ടമാക്കുന്നു, പിന്നെ നിങ്ങൾ വീണ്ടും അതുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ നാട് വിപ്ലവത്തിൻ്റെയും പ്രതിവിപ്ലവത്തിൻ്റെയും ഒരു കളിത്തൊട്ടിലായിട്ട്, ഒരു രംഗവേദിയായിട്ട് മാറും. ആ നാട്ടിലൊരിക്കലും സാമൂഹ്യമായ സുരക്ഷിതത്വമോ സമാധാനമോ ഉണ്ടാവുകയില്ല. ഒപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞതുപോലെ സമാധാനപരമായി മനുഷ്യർ മനസ്സുകളോട് സംസാരിച്ച് അങ്ങനെ മാനസികമായ പരിവർത്തനങ്ങൾ ഉണ്ടായി, അങ്ങനെ സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടായിത്തീരുന്നതിന് മുമ്പിൽ വലിയ തടസ്സമായിട്ട് മാറുകയും ചെയ്യും എന്നതാണ്. മൗദൂദി പറയുന്ന രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ പ്രവർത്തകർക്ക് ആയുധമെടുക്കാൻ അനുവാദം നൽകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആയുധമെടുക്കാൻ അനുവാദം നൽകുക എന്ന് മാത്രമല്ല, മറിച്ച് അവർക്ക് കള്ളക്കടത്തുകാരുമായും മയക്കുമരുന്ന് ലോഭികളുമായും അധോലോകവുമായിട്ടും ആയുധക്കച്ചവടക്കാരുമായും ഒക്കെ ബന്ധം സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നു എന്നാണ്. അങ്ങനെ മാത്രമേ ഇത്തരം സായുധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള അധാർമികതകളിലേക്കുമുള്ള വാതിൽ തുറന്നുകൊടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ പ്രവർത്തകർക്ക് ആയുധമെടുക്കാൻ അനുവാദം നൽകിയാൽ ആദ്യം അവർ അത് ശത്രുവിൻ്റെ നെഞ്ചിനു നേരെ തിരിച്ചു വെക്കും. പിന്നീട് അവർ സ്വന്തം പാർട്ടിയിലെ തന്നെ വ്യത്യസ്താഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് നേരെ അത് തിരിച്ചു വെക്കും. അങ്ങനെ
സംഘടനക്കകത്തു തന്നെ ഉന്മൂലനങ്ങൾ നടക്കും എന്ന് മൗദൂദി പറയുന്നുണ്ട്. ഒരുപക്ഷെ അബുല്ലാല മൗദൂദി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്ന കാലത്ത് അത് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ അളവിൽ ഇന്നത് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ലോകത്ത് ഇത്തരത്തിലുള്ള മിലിറ്ററി മൂവ്മെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള മിലിറ്ററി മൂവ്മെൻറ്റുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചാൽ അവരുടെ വലിയ നേതാക്കൾ തന്നെ സംഘടനാ നേതൃത്വത്താലും അതിൻ്റെ സായുധ പ്രവർത്തനങ്ങളാലും ഉന്മൂലനം ചെയ്യപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരോട് ഇതൊരാശയമാണ്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് ഏത് മനുഷ്യരോടും പറയാവുന്ന, എല്ലാ മനുഷ്യരോടും പറയേണ്ടുന്ന, സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ മനുഷ്യർക്കും ഈ ലോക ജീവിതത്തിൽ നന്മ, ക്ഷേമം പ്രദാനം ചെയ്യുന്ന, പരലോകത്ത് രക്ഷയും വിജയവും പ്രദാനം ചെയ്യുന്ന ഒരാശയത്തെക്കുറിച്ചാണ്. ചരിത്രത്തിൽ വന്ന ലക്ഷോപലക്ഷം പ്രവാചകന്മാർ അവരവരുടെ ജനപഥങ്ങളിൽ പ്രബോധനം ചെയ്ത ഒരാശയത്തെക്കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കുന്നത്. ഈ ആശയത്തെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയും ആശയത്തെ വ്യക്തിപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ ആവിഷ്കരിക്കുകയും അത്തരം സംഘടിതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളോട് ആശയവിനിമയം നടത്തുക, അവരുമായി സംവേദനത്തിലേർപ്പെടുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്രമപ്രവർത്തനങ്ങൾ, അട്ടിമറി പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒരിക്കലും, ഇത്തരം വഴികൾ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നില്ല. പലപ്പോഴും ആളുകൾ ധരിക്കാറുള്ളത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തന്നെ ഇത്തരം വഴികൾ സ്വീകരിക്കാത്തത് അവർക്ക് ഭൂരിപക്ഷമില്ലാത്ത സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പാങ്ങില്ലാത്തത് കൊണ്ടോ ഒക്കെ ഒരു സ്ട്രാറ്റജി, ഒരു അടവെന്ന നിലക്ക് അവരങ്ങനെ സ്വീകരിക്കുകയാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. മറിച്ച് അതിൻ്റെ ഭരണഘടനയിൽ തന്നെ അതിൻ്റെ ആദർശം പോലെ, അതിൻ്റെ ലക്ഷ്യം പോലെ അടിസ്ഥാനകാര്യമായി രേഖപ്പെടുത്തിയ അതിൻ്റെ പ്രവർത്തന മാർഗത്തിലെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട താല്പര്യമാണ് രചനാത്മകമായ രീതിയിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ, സംഹാരാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല എന്നത്. അപ്പോൾ എങ്ങനെയാണൊരു സമൂഹത്തിൽ പരിവർത്തനങ്ങളും പരിഷ്കരണങ്ങളും ഉണ്ടാവുക? ഏതൊരു സമൂഹത്തിനും നന്മയും തിന്മയും ഉണ്ടാവും. ആ സമൂഹത്തിൻ്റെ നന്മയെ ശക്തിപ്പെടുത്തി അതിനെ വർദ്ധിപ്പിച്ച് അതിൻ്റെ തിന്മയെ കുറച്ചു കൊണ്ടുവന്ന് അങ്ങനെയാണ് ആ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഈ ആദർശവും ലക്ഷ്യവും കർമ്മമാർഗവും സ്വീകരിച്ച ഒരു പ്രസ്ഥാനം ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനോട് ആശയപരമായി, ആദർശപരമായി വിയോജിപ്പുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന ഒരു പ്രസ്ഥാനമാണിത്. ആശയപരമായി മനുഷ്യർ പലതരത്തിലാണ്, മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും തങ്ങളുടെ ആശയത്തിൽ നിന്നുകൊണ്ട് നിലനിൽക്കുന്ന സമൂഹത്തിൽ രചനാത്മകമായി, പോസിറ്റീവായി, കൺസ്ട്രക്റ്റീവായി, ഒട്ടും ഡിസ്ട്രക്റ്റീവായി അല്ലാതെ മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം ആ സമൂഹത്തിന് എന്തായാലും ഗുണപരമായിട്ടാണ് വർത്തിക്കുക. അവരുടെ ആശയങ്ങളിൽ മറ്റുള്ളവർക്ക് വ്യത്യസ്താഭിപ്രായങ്ങൾ ഉണ്ടാകാം. മനുഷ്യർ പല ആശയങ്ങൾ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ആശയങ്ങൾ വിശ്വസിക്കുമ്പോഴും തങ്ങളുടെ ആശയത്തിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൽ നിർമ്മാണാത്മകമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, സംഘർഷങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തിലെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കുക, അത് തമ്മിലുള്ള സംഘട്ടനങ്ങൾക്ക് നിമിത്തമാവുക, അതിന് വേദിയൊരുക്കുക, അത് സംഘടിപ്പിക്കുക എന്നതൊന്നും തങ്ങളുടെ ലക്ഷ്യമല്ല. അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് മാത്രമല്ല, പരമാവധി രചനാത്മകമായി, നിർമ്മാണാത്മകമായി ഒരു പ്രവർത്തനം നടത്തുമ്പോൾ സ്വയം പ്രവർത്തിക്കുക മാത്രമല്ല, അതിലൂടെ പലതരത്തിലുള്ള ഗുണപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വലിയ ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ 100 വർഷത്തെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിഭീകരമായ, ഒരുപക്ഷെ ലോകത്തെ മറ്റേതെങ്കിലും സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ
ഭരണകൂട അടിച്ചമർത്തലുകളിലൂടെയും അതിക്രമങ്ങളിലൂടെയും ഈ പ്രസ്ഥാനങ്ങൾ കടന്നുപോയിട്ടും അവർ അണ്ടർഗ്രൗണ്ട് രീതികളോ മിലിറ്ററി രീതികളോ സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ പ്രസ്ഥാനങ്ങളെല്ലാം പുലർത്തുന്ന കർമ്മമാർഗത്തിലുള്ള ഈ നിഷ്ഠയാണ്, നിഷ്കർഷയാണ് എന്ന് കാണാൻ കഴിയും. അതിമൃഗീയമായി ചില ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചില നേതാക്കൾ പറയാറുണ്ട്, ഭരണകൂടം ഞങ്ങളെ അടിച്ചമർത്തുന്നത് തന്നെ, കൂട്ടക്കൊലകൾ നടത്തുന്നത് തന്നെ, ഇപ്പോൾ ഈജിപ്തിൽ അറബ് വസന്തത്തിന് ശേഷം വന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് പിന്നീട് അവിടെ വന്ന ഭരണകൂടം തുടർന്നുള്ള ജനകീയ ചെറുത്തുനിൽപ്പുകൾക്ക്, ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ അവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തകരെ വളരെ ഭീകരമായി അടിച്ചമർത്തുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് അവിടെയുള്ള ഇസ്ലാമിക പ്രസ്ഥാന നേതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളെ കൊന്നു തീർക്കുക എന്നതല്ല ഇതിൻ്റെ ലക്ഷ്യം, സാധ്യമല്ല. ഇത്രയും വലിയ ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനത്തെ, അതിൻ്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ കൊന്നു തീർക്കുക എന്നതൊരിക്കലും സാധ്യമല്ല. പക്ഷേ ഞങ്ങളെ വലിയ അക്രമങ്ങൾക്ക് വിധേയമാക്കി അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വലിയ അക്രമങ്ങൾ നേരിടുമ്പോൾ സ്വാഭാവികമായും ആരും പ്രത്യാക്രമണത്തിനും ആ പ്രത്യാക്രമണത്തിന് വേണ്ടിയുള്ള പിൻവാങ്ങലിനും അണ്ടർഗ്രൗണ്ട് രീതികളിലേക്ക് പോകാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മരിച്ചു വീഴുമ്പോഴും ജനമധ്യത്തിൽ പ്രവർത്തിക്കുകയും മരിച്ചു വീഴുകയും ചെയ്യും. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക എന്നത് ശത്രുവിൻ്റെ ആവശ്യമാണ്. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. ഞങ്ങൾ ജനമധ്യത്തിലാണ് നിൽക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രകോപനങ്ങളും പ്രതികൂലാവസ്ഥകളും ഉണ്ടായിട്ടും ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഏകദേശം കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലം ഇതേ ഒരു ധാർമ്മിക നിഷ്ഠയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം അവർ ഈ ഒരു കർമ്മമാർഗത്തെ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള കർമ്മമാർഗത്തെ പിന്തുടരുന്നു എന്നതാണ്. ഇത് പറ്റാഞ്ഞിട്ട് പിരിഞ്ഞുപോയ വ്യക്തികളും ഗ്രൂപ്പുകളുമൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലുണ്ട്. അവർ പലതരത്തിലുള്ള സായുധ അട്ടിമറി പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും ചിലർ അത് പ്രായോഗികമായും ആശയപരമായും തെറ്റാണെന്ന് മനസ്സിലാക്കി അതുപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സമൂഹത്തിലോ നമ്മളൊരു ആശയത്തെ അവതരിപ്പിക്കുകയാണ്, ഒരാശയത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അത് ആ സമൂഹം അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് അവരുടെ കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനം സമൂഹത്തിന് പൊതുവിൽ ഗുണകരമായിട്ട് മാറണം. ഇതാണ് ഈ പറയുന്നതിൻ്റെ ഒരു അർത്ഥം. എപ്പോഴാണിത് ഗുണകരമായിട്ട് മാറുക? വളരെ രചനാത്മകമായ ശൈലി സ്വീകരിക്കുമ്പോൾ അത് സമൂഹത്തിന് ഗുണകരമായിട്ട് മാറും. അതുകൊണ്ടാണ് കഴിഞ്ഞ 10-70 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മറ്റ് പുറത്തു നിന്നുള്ള അധിനിവേശം ഉള്ളതല്ലാത്ത നാടുകളെ സംബന്ധിച്ചിടത്തോളം, അധിനിവേശം നടന്ന നാടുകളിൽ അവിടെ സായുധമായ ചെറുത്തുനിൽപ്പുകൾ നടക്കുന്നുണ്ടാവും. അത് ഇസ്ലാമിക കർമ്മശാസ്ത്രപ്രകാരം അനുവാദമുള്ള ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴും പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിൽ അധിനിവേശ സമയത്തുമൊക്കെ ഇവിടെ നടന്ന സായുധമായ ചെറുത്തുനിൽപ്പുകളുടെയും ഇസ്ലാമികമായ അടിത്തറ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ എത്ര മോശമായ തദ്ദേശീയ ഭരണകൂടങ്ങളുള്ള സ്ഥലത്തും അവർ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്നതും, അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെയും കാരണം അതാണ്. ഈ ഒരു പ്രവർത്തന രീതി വളരെ സുസ്ഥിരതയുള്ളൊരു പ്രവർത്തന രീതിയാണ്. വളരെ ശക്തമായ തിരിച്ചടികൾ നൽകുന്ന പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അത്യുജ്വലമായിട്ട് ഉയർന്നു വരികയും ഈയാമ്പാറ്റകൾ പോലെ തകർന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ പ്രസ്ഥാനങ്ങൾ ഈ തിരിച്ചടികൾക്കിടയിലെല്ലാം അത് നിലനിൽക്കുന്നു, അതിൻ്റെ ഒരു സുസ്ഥിരത പ്രകടിപ്പിക്കുന്നു എന്നത് ഈ പ്രവർത്തന ശൈലിയുടെ കൂടി പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കെതിരെ അതിൻ്റെ ശത്രുക്കൾക്ക് ഒരിക്കലും അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മുൻനിർത്തിയിട്ട് അത് അക്രമപ്രസ്ഥാനമാണ് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയാണ് എന്നാരോപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിൻ്റെ ആശയങ്ങൾ തീവ്രവാദത്തിൻ്റെതാണ് എന്ന് പറയേണ്ടി വരുന്നത്. ആശയങ്ങൾ തീവ്രവാദമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ കാലത്തും നിലനിൽക്കുന്ന തെറ്റായ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തവരെക്കുറിച്ച്
ആ വ്യവസ്ഥയുടെ വക്താക്കൾ പറഞ്ഞത് അവർ തീവ്രവാദികളാണ് എന്നാണ്. പ്രവാചകന്മാരെക്കുറിച്ച്, വിപ്ലവകാരികളെക്കുറിച്ച്, നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ അനീതികളെ ചോദ്യം ചെയ്ത എല്ലാവരെക്കുറിച്ചും ചരിത്രത്തിലുടനീളം നിലനിൽക്കുന്ന വ്യവസ്ഥ പറഞ്ഞത്, അവരെ വിളിച്ച പേര് തീവ്രവാദി, അട്ടിമറിക്കാർ, ഭീകരവാദികൾ എന്നതാണ്. അതിലപ്പുറം ആ പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മറിച്ച് സമൂഹത്തിന്, വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, മനുഷ്യർക്ക് ദോഷകരമാകുന്ന, അവർക്ക് ഹാംഫുൾ ആകുന്ന, അപകടകരമാവുന്ന, അവരുടെ ശരീരത്തിനോ ജീവിതത്തിനോ അപകടകരമാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടില്ല, നടത്തുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമല്ല, മറിച്ച് അതിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദർശത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തന മാർഗത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഒരു നാട്ടിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളോട് ആളുകൾക്ക് പൂർണ്ണമായ വിയോജിപ്പുണ്ടാകാം, ഭാഗികമായ വിയോജിപ്പും ഭാഗികമായ യോജിപ്പും ഒക്കെ ഉണ്ടാകാം. പക്ഷേ സമൂഹം മനസ്സിലാക്കേണ്ടത് അവരവിടെ പ്രവർത്തിക്കുന്നത് ആ സമൂഹത്തിന് ഗുണകരമായിരിക്കും. കാരണം സമൂഹത്തിന് ഗുണകരമായ രീതിയിലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിഷ്ഠയുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.